മലേഷ്യ ഡേ 3 ആണിത്. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ മെയിൻ പ്രോഗ്രാം എന്താ വെച്ചാൽ പർച്ചേസിംഗ് ആണ്. പിന്നെ സമയം കിട്ടിയാൽ നമ്മളെ അടുത്ത് അവൻ പറഞ്ഞു ഇവിടെ മലാക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ട്, അവിടെ നിന്ന് ഒരു 2-3 അവേഴ്സിന്റെ അടുത്തുണ്ട്. അപ്പൊ അവിടെ പോയ അടിപൊളി വ്യൂ ആണ്, ഫോട്ടോ എടുക്കാനൊക്കെ എന്ന് അവൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ അവിടേക്കും പോകാനും കൂടി സമയം കണ്ടെത്തണം. അപ്പൊ ഷോപ്പിങ്ങിന് ഇറങ്ങിയ പിന്നെ തീരെ സമയം കിട്ടില്ല എന്ന് ഉറപ്പായി. എന്നാലും ഞങ്ങൾ വിചാരിച്ചു എന്തായാലും അങ്ങോട്ട് പോകണം. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ഇന്നും ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് പോവാന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായത്. ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞൊരു മലയാളി റെസ്റ്റോറന്റ് ഉണ്ട്. അപ്പൊ ഇവിടെ ശരിക്കും കേരളത്തിനേക്കാളും മംഗലാപുരത്തിനേക്കാളും നല്ല ഫുഡ് കിട്ടുന്ന ഒരുപാട് മലയാളി റെസ്റ്റോറന്റ്. ഞാൻ ചട്ടിച്ചോറ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായി. അപ്പൊ ഞങ്ങൾ എല്ലാവരും ചട്ടിച്ചോറ് ട്രൈ ചെയ്തു. പിന്നെ അവർ ആദ്യം ദോശയും സാമ്പാറൊക്കെ പറഞ്ഞിട്ടുണ്ടായി. ഞാൻ ചട്ടിച്ചോറ് വാസ് ഔട്ട് ഓഫ് 10 8.5 എന്ന് പറയണം. ചില കറികളൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് പോയി. പർച്ചേസിങ്ങിന് പോയി എന്ന് പറയുമ്പോൾ അവിടെ 2 മാർക്കറ്റ് ഉണ്ടെന്നാ പറഞ്ഞ, ഒരു ഷൈന ടൗൺ പോലത്തെ എന്തോ മാർക്കറ്റും പിന്നെ വേറെ ഒരു ആക്ച്വലി ഞാൻ പേര് മറന്നുപോയി, എന്തോ ഒരു വലിയ മാർക്കറ്റ്. ആ മാർക്കറ്റ് 2 മാർക്കറ്റിലും കുറെ അടിപൊളി സാധനങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലേക്ക് ചെന്നപ്പോൾ ഞങ്ങൾ ഇന്നലെ പോയതിനേക്കാളും കഷ്ടമായിരുന്നു ഇവിടുത്തെ അവസ്ഥ. അതായത് ഇവിടെ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉണ്ട്, എന്നാലും പ്രൈസ് കുറച്ച് കൂടുതലൊക്കെ ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇങ്ങനത്തെ 2 ട്രോളി വാങ്ങിച്ചു ഒരേപോലത്തെ. ഇതിന് നല്ല പൈസയായി ട്രോളിക്ക്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വേഗം ഞങ്ങൾ കാറിലേക്ക് ഓടി വരികയാണ് ചെയ്തത്. കാരണം എന്താ വെച്ചാൽ അത്രയും മഴ പെയ്തു. ഞങ്ങൾ മഴയത്ത് ഫുള്ള് നനഞ്ഞ് ഒലിച്ചിട്ടാണ് ഞങ്ങൾ കാറിൽ കയറിയത്. എന്നിട്ട് ഞങ്ങൾ നേരെ അവിടേക്ക് പോയി, ഈ മലാക്കയിലേക്ക്. മലാക്ക എത്തിയപ്പോഴത്തേക്കും രാത്രിയായി, ഭയങ്കര മഴയായിരുന്നു. ഈ 2 അവേഴ്സ് ട്രാവൽ ചെയ്തിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു ഒരു തമിഴ് റെസ്റ്റോറൻറ്റ് കയറിയിട്ട്. ആൻഡ് ഈ ഒരു സംഭവമായിരുന്നു അവിടെ മെയിൻ ആയിട്ട് കാണാണ്ടായത്. എന്തോ ഈ വലിയൊരു കപ്പലും പിന്നെ അവിടെ ബോട്ടിംഗ് ഒക്കെ ചെയ്യായിരുന്നു. ആൻഡ് ഫോട്ടോ ഒക്കെ എടുക്കാനും ഭയങ്കര ഒരു എസ്തറ്റിക് പ്ലേസ് ആയിരുന്നു. പക്ഷേ മഴ കാരണം അവരെല്ലാം നിർത്തി വെച്ചു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും കാണാൻ മര്യാദയ്ക്ക് കാണാൻ പോലും സാധിച്ചില്ല. അവിടുന്ന് ഞങ്ങൾ തിരിച്ചു വരികയാണ് ചെയ്തത്. അഗൈൻ 2.5 അവേഴ്സ് ട്രാവൽ ചെയ്തിട്ട്. അങ്ങനെ വരുന്ന വഴിക്ക് ഞങ്ങൾ ആലിബാബയിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചു. അവിടുന്ന് നമ്മൾ കേരള ഫുഡാണ് കഴിച്ചത്. ഇവരുടെ ഫുഡ് നമുക്ക് അത്ര ഇഷ്ടപ്പെടില്ല എന്ന് അവൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ ഫുഡും അടിപൊളിയായിരുന്നു. പാൽക്കൊഞ്ചും പിന്നെ കപ്പ ബിരിയാണിയും പുട്ടും കടലക്കറിയും അങ്ങനെ എല്ലാം ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത്ര ദിവസം നടന്നതിന്റെ നല്ല ക്ഷീണം ഞങ്ങൾക്ക് ഉണ്ടായി. സോ ഞങ്ങൾ വിചാരിച്ചു നല്ലൊരു അടിപൊളി മസാജ് എടുക്കാന്ന്. അങ്ങനെ ഞങ്ങൾ മസാജിന് പോയി. മസാജ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മെയിൻ ആയിട്ട് ഫുഡ് മസാജ് ആയിരുന്നു എടുത്തത്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല സുഖമുണ്ടായി. അതിന് അവിടെ കോമഡി കാരണം എന്താ വെച്ചാൽ അക്ഷയേട്ടൻ വിചാരിച്ചു അക്ഷയേട്ടന് ഏതെങ്കിലും പെൺകുട്ടി മസാജ് ചെയ്യാൻ കിട്ടുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അക്ഷയേട്ടനെ മസാജ് ചെയ്തത് ഒരു ബോയ് തന്നെ ആയിരുന്നു. അത് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് കുറേ ചിരിച്ചു. കാരണം അക്ഷയേട്ടൻ നല്ല വേദന ഉണ്ടായി. അക്ഷയേട്ടന് ഞങ്ങളെ പോലത്തെ കാലുവേദന കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പൊ ഈ മസാജ് ചെയ്യുമ്പോൾ അക്ഷയേട്ടന് ഭയങ്കര പെയിൻ ആയിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര സുഖം ഉണ്ടായി മസാജ് കിട്ടിയപ്പം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ആ സ്ട്രീറ്റിലേക്ക് പോയിട്ട് അവിടെയുള്ള ഫുഡും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോവുക ചെയ്ത്. ഓക്കെ, അപ്പൊ ഇത്രയോളം നമ്മളുടെ ഡേ 3. ആക്ച്വലി ഇതിന്റെ ഇടയിൽ കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്തുള്ള കുറെ ഫണ്ണി മൊമെന്റ്സും കുറെ പർച്ചേസ് ചെയ്ത സംഭവങ്ങളൊക്കെ, അതൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതാണ്. ഒന്നാമത്തെ കാരണം അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നമ്മൾ ആ തിക്കും തിരക്കിലും ആയിട്ട്. സോ എനിവേ ഞാൻ ഇനി പാർട്ട് 4 ഇടാം. അതായിരിക്കും ലാസ്റ്റ് ഡേ. അങ്ങനെ 4 days ഓഫ് മലേഷ്യ ട്രിപ്പ് അതോടുകൂടി കഴിയും. ഓക്കെ, then bye bye guys, wait for part 4.